ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവിയേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തൃശ്ശൂർ തളിക്കുളം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗുരുജനശാപത്തിന് എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. പലരുടെയും ജാതകത്തിലെ ഗുരുശാപം കൊണ്ട് പല കാര്യങ്ങളും തടസ്സങ്ങളായിട്ട് നിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗുരുജനശാപം പരിഹാരത്തിന് ജാതകത്തിലെ പല യോഗങ്ങൾ ഉണ്ടായാലും അത് നടക്കാതെ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ജാതകത്തിലെ ഗുരുശാപദോഷങ്ങൾ അല്ലെങ്കിൽ പൂർവികന്മാരുടെ ശാപദോഷം കാണാറുണ്ട്. ഗുരുക്കന്മാരെ ദൈവതുല്യരായി കണക്കാക്കുന്നതാണ് ആർഷഭാരത സംസ്കാരം. ആത്മജ്ഞാനം പകർന്നു നൽകുന്നവൻ എന്ന ആധ്യാത്മികമായ തലം മുതൽ ഏതു വിദ്യയും പകർന്നു നൽകുന്നവൻ എന്ന തലം വരെ ഗുരു ശബ്ദം ഉപയോഗിക്കാം. വിദ്യ ഏതുമാകട്ടെ അത് നമുക്ക് പകർന്നു നൽകുന്ന ആൾ ഗുരുവാണ്. ജീവിതത്തിൽ ആ വിദ്യയുടെ അനുഭവ ഗുണത്തിന് ഗുരുവിൻ്റെ അനുഗ്രഹം അനിവാര്യമാണ്. ഓം ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്നിങ്ങനെയാണ് ഭാരതീയർ ഗുരുവിനെ കാണുന്നത്. ജീവിത വിജയത്തിന് ഗുരുഭക്തി അനുപേക്ഷണീയമാണ്. ഭക്തിപൂർവം ഗുരുവിനെ സേവിക്കുക, അദ്ദേഹത്തെ പരിചരിക്കുക, സന്തോഷിപ്പിക്കുക എന്നതൊക്കെയാണ് ഗുരുശാപമുക്തിക്കുള്ള മാർഗങ്ങൾ പറയുന്നത്. ഇത്തരം ഗുരുക്കന്മാരോട് അപമര്യാദയായി പെരുമാറുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്തതാൽ ജാതകത്തിൽ പല യോഗങ്ങൾ ഉണ്ടെങ്കിലും അവയെ അനുഭവിക്കാൻ ആകാത്ത വിധം തുടർച്ചയായ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. വ്യാഴത്തിന് ശനിയുടെയോ കുജന്റെയോ രാഹുവിൻ്റെയോ ദൃഷ്ടിയോഗാദികൾ സംഭവിച്ചാൽ ഗുരുശാപത്തെയും ബ്രാഹ്മണശാപത്തെയും പറയാം. ശ്രീരാമന്റെ ജാതകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയും കുജനും വീക്ഷിക്കുന്നത് ബ്രാഹ്മണശാപ ലക്ഷണമാണെന്ന് ഒരു കഥ തന്നെയുണ്ട്. അതുകൊണ്ടാണത്രേ ഗജകേസരി യോഗം ഉൾപ്പെടെ പല യോഗങ്ങൾ ശ്രീരാമന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നിട്ടും ശ്രീരാമന് ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നത്. അതിനു പരിഹാരമായാണ് അദ്ദേഹം രാമേശ്വരത്ത് പ്രതിഷ്ഠ നടത്തിയത് എന്നും ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ശാപമുക്തനായ ശേഷമാണ് ശ്രീരാമൻ ലങ്കയിലെത്തി രാവണ നിഗ്രഹം നടത്തുന്നതും സീതയെ വീണ്ടെടുക്കുന്നതും. പ്രശ്നവശാൽ പാപഘ്നം വ്യാഴത്തോടു കൂടിയോ വ്യാഴക്ഷേത്രത്തിലോ ബാധകസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും ശാപമുണ്ടാകുന്നു. പാപഗ്രഹം സൂര്യക്ഷേത്രത്തിലോ സൂര്യനോട് കൂടിയോ ബാധകസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ഇവിടെയും പൂർവികന്മാരുടെയോ ഗുരുക്കന്മാരുടെയോ ശാപമുണ്ടാകുന്നു. ആ പാപൻ കുജനാണെങ്കിൽ ആ ശാപം വലിയതാണ്. ഇനി വേറെ പറയുന്നു. ഷഷ്ടേശോ നവമേ വിഭോ നവമഭാസചേൽപിതുർവാ ഗുരുവാ പൂർവേഷാമതവാത്മനാ സുവിഷയം വിജ്ഞേയാമപ്രീണനം.
അതായത് 6-ാം ഭാവാധിപൻ 9-ലും 9-ാം ഭാവാധിപൻ 6-ലും നിന്നാൽ തൻ്റെ പിതാവിനോ ഗുരുവിനോ അഥവാ പൂർവികന്മാർക്കോ തന്നെ സംബന്ധിച്ച് അനിഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയണം. ഇവിടെ ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും പ്രീതി നേടുകയും തൻ്റെ ഗുരുജനങ്ങളെ മനസ്സ് സന്തോഷിപ്പിക്കുകയും വേണം. ദേവപ്രീതിക്കായി പൂജാ നിവേദ്യാദികളും ബ്രാഹ്മണ പ്രീതിക്കായി ബ്രാഹ്മണ ഭോജനം, നമസ്കാരം, പ്രായശ്ചിത്തം മുതലായവയും ശുശ്രൂഷ, ഇഷ്ടവസ്തുക്കൾ നൽകുക മുതലായവയും ചെയ്യണം. ഗുരുക്കന്മാരെ വേണ്ടവണ്ണം ആരാധിക്കുക, അന്നദാനം തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണ് ഇതിന് വേണ്ട പ്രധാന പരിഹാരങ്ങൾ. ഇനി പൊതു പരിഹാരം പറയാം. ഗുരു ബ്രാഹ്മണ ശാപങ്ങളുടെ പരിഹാരത്തിനായി ബ്രാഹ്മണ ഭോജനം, തിങ്കളാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം ചെയ്യുക, ചന്ദ്രായണ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് വന്നുപോയ ഗുരുശാപം ഒഴിവാക്കാൻ പ്രധാന പരിഹാരമാർഗം. പിന്നെ ദക്ഷിണാമൂർത്തി രൂപത്തിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണെങ്കിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നാമജപം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഏറെ നല്ലതാണ്. പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രം, ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം, ഏറ്റുമാനൂർ അഘോരമൂർത്തി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ഈ ദോഷം ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഗുരുശാപദോഷങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ജ്യോതിഷ ആചാര്യ അനുഷ്ഠാന വിധികളെക്കുറിച്ച് ഉള്ള വീഡിയോകൾ തുടർന്നും വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്തേ. ഓം ശാന്തി.